Hi dears, welcome back to our channel. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബെൽറ്റിൻ്റെ ആ ബാൻഡ് വെക്കുന്നില്ല, അതിന് പകരം നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെൽറ്റ് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ 2x2ൻ്റെ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ എത്രയാണോ ക്ലോത്ത് വേണ്ടത് അതനുസരിച്ചാണ് ഓരോരുത്തരും അവനവൻ്റെ അളവനുസരിച്ചാണ് ക്ലോത്ത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇതിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏതൊരു അളവാണോ അത് അവനവൻ്റെ അളവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മളിവിടെ ബെൽറ്റ് ബാൻഡ് ഒന്നും ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കുന്നില്ല. അതായത് ഇതുപോലെ ടക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചെസ്റ്റ് സൈസിൻ്റെ ഏതൊരു അളവുകാർക്കോ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവേ. അപ്പം നമ്മളിവിടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പറയുന്നുണ്ട്. നമ്മൾ 1 മീറ്റർ 2x2ൻ്റെ ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ ആദ്യമേ ക്ലോത്തിനെ ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക് പീസിൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്താണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണേ. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ട ലെങ്ത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ സാരി ബ്ലൗസിന് എപ്പോഴും അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം നമുക്ക് 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്കൊരു 14 ഇഞ്ചായിരിക്കും നമ്മളുടെ ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ചായിരിക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് 7 ഇഞ്ച് അല്ല ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ബാക്ക് പീസിന് നമ്മൾ ഡെപ്ത് കൊടുക്കുമ്പോഴത്തേന് ബാക്ക് സൈഡ് ഇങ്ങനെ വികസിച്ച് വരും. നമ്മളുടെ ആ ഒരു സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 5.5 6 ഒക്കെ കൊടുത്താൽ മതി. ആ ഒരു മെത്തേഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടാവേ. എങ്ങനെയാണ് ഡെപ്തിൻ്റെ ആ വ്യത്യാസം വരുന്നത് അത് അധികം താമസിക്കാതെ ഇടാം. നമ്മളിവിടെ 5.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്ത് 6 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഷോൾഡറിന് കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് 6 ആണോ എന്ന് നോക്കുക. അതിനുശേഷം എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ നമ്മൾ ആം ഹോളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഡൗൺ വേർഡിന് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കുടെ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് 9.5 ഇഞ്ചെന്ന് ലഭിക്കുക. 9 നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൂടെ കൊടുത്ത് 9.5 കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെയും നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ കൊടുത്തത്. അതിന് ഇതുപോലെ ടക്ക് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് 1 ഇഞ്ച് കൊടുത്തത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി അത് 1.5 ഇഞ്ച് കൊടുത്താലും മതിയേ. നമ്മളിപ്പോൾ 2 ഇഞ്ച് അങ്ങ് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ കറക്റ്റ് 4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 4 ഇഞ്ച് ലെങ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മളിങ്ങനെ ടക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബാക്ക് പോർഷനിൽ നമ്മൾ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ 1 ഇഞ്ചാണ് ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1 ഇഞ്ച് നമ്മളവിടെ ലൂസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബാക്ക് ആം ഹോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ടോപ്പിൽ നിന്ന് തന്നെയാണ് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് ആം ഹോളാണ് വരയ്ക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമ്മൾ നെക്കാണ്. നെക്ക് നമുക്ക് 3 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് 2.25 ആകും.
ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാവേ. അപ്പോൾ നമുക്ക് 8, 9, 10 ഒക്കെ ഇഞ്ചാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഷോൾഡറിൽ വ്യത്യാസം വരും. ഒരു 7.5 ഇഞ്ചൊക്കെ വരെയൊക്കെയാണ് ഈ ഷോൾഡറിൻ്റെ ആവശ്യമേ ഉള്ളത്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 7.5 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേ സെയിം 2.5 ഇഞ്ച് വിട്ട് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നമ്മളൊരു നല്ല ഷേപ്പ് ഇങ്ങനെ നമ്മൾ കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഈ 1/2 ഇഞ്ച് ഇങ്ങനെ ഡൗൺവേർഡിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ബാക്ക് പീസാണ്, അത് നല്ല രീതിയിൽ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ വരച്ചെടുത്തു, അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഈ ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളുടെ വശത്തേക്ക് ഈ ഓപ്പൺ സൈഡ് ഇപ്പം ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുത്ത് 1/2 ഇഞ്ചാണ് 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മളിങ്ങനെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ഈ നമ്മളുടെ ഓപ്പൺ സൈഡ് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ സൈഡാണ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ആ നെക്ക് വരുന്ന ഭാഗമാണ്, നെക്ക് വരുന്ന ഭാഗം നമ്മൾ ആ വരച്ചു കൊടുത്തിടത്തേക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ആ 1/2 ഇഞ്ചിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്, നെക്കിൻ്റെ ഭാഗമാണ് വെക്കേണ്ടത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് കണ്ടോ, നമ്മൾ ആ ഷോൾഡർ ഭാഗം അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എത്രയാണോ ഫ്രണ്ട് പോർഷനിൽ വേണ്ട ലെങ്ത്, ഡെപ്ത്, അത് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് 6 ഇഞ്ച് മതിയെ, ഒരു 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. 6.5 ആയിപ്പോയാൽ ഒരല്പം കൂടെ ഇറങ്ങിപ്പോകും. കറക്റ്റ് 6-ൻ്റെ ആവശ്യമൊക്കെ ഉള്ളേ. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു അല്പം ഒരു 1/4 ഇഞ്ചേ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. അത് 1/2 ഇഞ്ച് വരെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിവിടെ 1/2 ഇഞ്ച് ഈ സൈഡിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഒരു 1/4 ഇഞ്ച് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ആം ഹോൾ കർവ് നമുക്ക് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് ബാക്ക് പീസിന് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇതാണ് ബാക്ക് പീസിൻ്റെ എൻഡ്. അവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് മതിയെ, 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്ക് പോർഷനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് നീളം ഫ്രണ്ട് പോർഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ സൈഡ് വിട്ട് കൊടുത്തത് അത് തന്നെയാണ് ഫ്രണ്ട് പോർഷനും വിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പം ബാക്ക് പോർഷൻ മാറ്റി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു 4 ഇഞ്ച് ഇങ്ങനെ ഓപ്പൺ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. മുകളിലേക്ക് നമ്മളൊരു 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ടക്ക് ഇടാനായിട്ടാണ്. എന്നിട്ട് ഓരോ സൈഡിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് നമ്മൾ ഇങ്ങോട്ട് നമ്മളുടെ ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അതൊരു 32 ഒക്കെ ചെസ്റ്റ് ഉള്ളവർക്ക് 1.25 കൊടുത്താൽ മതിയേ. നമ്മളിപ്പോൾ 36 ആയതുകൊണ്ടാണ് 2 ഇഞ്ച് കൊടുത്തത്. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു 3 ഇഞ്ചോളം ലെങ്ത് കിട്ടും. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിച്ച് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾക്കൊരു 34 തൊട്ട് 38 വരെയൊക്കെയാണ് 2 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്കാണ് 2 ഇഞ്ച് ഈ ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ അതിൽ കുറവുള്ളവർക്ക് 1.25 കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇതെല്ലാം തമ്മിലുള്ള വിട്ട് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. എന്നിട്ട് ഈ ആം ഹോളിലേക്ക് ഈ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ടക്ക് വരയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് 2 ഇഞ്ചാണ്. അത് 34, 36, 38 വരെയൊക്കെ ചെസ്റ്റ് ഉള്ളവർക്ക് 2 ഇഞ്ച് കൊടുക്കുക. 38-ൽ കൂടുതലുള്ളവർക്ക് 2.5, 2.25 കൊടുക്കുക. ഇനി ഒരു 32 തൊട്ട് 28, 30 ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 1.25, 1.5 കൊടുത്താൽ മതിയേ.
ഒരു 28 ഉള്ളവർക്ക് 1.5 കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ എല്ലാം ഡിസ്റ്റൻസിൽ ഇതാ ഇതുപോലെ ടക്കിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മളിതാ ഫ്രണ്ട് ആം ഹോളിന് 1/2 ഇഞ്ച് ഇതാ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫ്രണ്ട് ആം ഹോളിന് നമ്മൾ കുഴിച്ച് സാധാരണയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് എങ്ങനെയാണോ വരച്ച് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ബാക്കി കൊണ്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 1 മീറ്റർ ക്ലോത്തേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അത് അവനവൻ്റെ അനുസരിച്ച് വേണം ക്ലോത്ത് എടുക്കാനായിട്ട്. ഇനി നമ്മളിതാ ഈ പോർഷനെ രണ്ടായിട്ട് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അത് നമ്മളുടെ അടുത്ത പീസയിലും വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഇപ്പം നമ്മളുടെ ഈ പീസ് രണ്ടേലും ഇതാ ഇതുപോലെ വന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റോങ് സൈഡിലേക്ക് ആയിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു. അതിനുശേഷം ഇതാ ഇത്രയും ഭാഗം നമ്മളിങ്ങനെ ടക്ക് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ടക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടക്കൊക്കെ നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ നല്ല വശത്തിലേക്ക് ഇതാ ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ബെൽറ്റ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഹുക്കും ഹോളും ഒക്കെ വെക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ ബാക്കി ക്ലോത്തിനെ ഇതാ ഇതുപോലെ ഒന്ന് അറ്റാച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിഡ്ത്ത് തികയാത്തത് കൊണ്ട് അതുകൊണ്ട് നമ്മളിതാ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ 8 ഇഞ്ചാണ് ലെങ്ത് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഈ ക്ലോത്തിന് ഉള്ള ലെങ്ത് 8 ഇഞ്ചാണ് കിട്ടുന്നത്. അത് നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് ലെങ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്ത് ഈ ഭാഗം ഒന്ന് നമ്മൾ ക്ലിയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ലെങ്ത് നമുക്ക് 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ കർവ് നമ്മൾ നോക്കുകയാണ്. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കണേ. അപ്പം നമുക്ക് ഇതാ ഇവിടെ 10.5 ഇഞ്ചാണ് സീം അലവൻസ് കൂട്ടി കിട്ടിയിരിക്കുന്നത്. ആ 10.5 ഇഞ്ചാണ് നമ്മളിതാ ഈ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ ഒരു 3 ഇഞ്ച് നമ്മൾ ഡൗൺവേർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മളിതാ ഈ കോർണറിലേക്ക് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആ വരച്ച് കൊടുത്തതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ മുകളിലേക്കും താഴേക്കും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഈ മുകളിൽ കൂടി വരച്ച അതിലൂടെ ആ 1/2 ഇഞ്ചിലൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ബാക്ക് പീസിനുള്ള ആം ഹോള്. അവിടെ വരുന്ന ആ പീസാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മളിതാ ഈ 1.5 തന്നെ ഇല്ലേ, ആ 1.5 വരെ കറക്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ തൊട്ട് നമ്മളിതാ ഈ 1/2 ഇഞ്ചിലേക്ക് താഴ്ത്തി വരച്ച് കൊടുത്ത് 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പീസായിട്ടും വരുന്നത് സ്ലീവിൻ്റെ. അപ്പം നമ്മൾ ധാരാളം ഒരുപാട് ടൈപ്പിൽ ഇങ്ങനെ ആം ഹോൾ കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. ഇത് ബാക്കും ഫ്രണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബോട്ടം ഭാഗത്ത് എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് സീം അലവൻസ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നു. എപ്പോഴും നമ്മൾ ബാക്ക് ആം ഹോളാണ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പീസിൻ്റെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് ധാരാളം ടൈപ്പിലുള്ളത് ഇട്ടിട്ടുണ്ട്. ഇതും ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പം നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ വേറെ ടൈപ്പിലും കട്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തിയതിന് ശേഷം 1/2 ഇഞ്ച് നമ്മളിതാ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തു. ഇതാണ് ഫ്രണ്ട് സ്ലീവായിട്ട് നമുക്ക് വരുന്നത്. എന്നിട്ട് ഈ ബാക്ക് പീസിനെ നമ്മളിതാ ഇതുപോലെ നിവർത്തുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ടക്ക് ഇടേണ്ടത് ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ ബാക്ക് പീസിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ത്രെഡ് ആൻഡ് ടച്ച് എന്ന്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, അതും ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്, അതുകൂടെ ഒന്ന്
സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ എടുത്തതിന് ശേഷം അതിൻ്റെ ബോട്ടം ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ ആ കുഴിച്ച് വെട്ടിയിടം ദാ ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് പോലെ ദാ ഇതുപോലെ ഇങ്ങനെ 2 പീസും വെച്ച് കൊടുത്ത് ദാ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ദാ ഇതുപോലെ നമ്മളിങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ നീറ്റായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ഇതാ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത പീസ് എടുത്ത് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ 2 ഇഞ്ചിൻ്റെ ഇതാ ഇതുപോലെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ബാക്ക് പീസിൽ ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ മറിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഇവിടെയും നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സൈഡിലേക്ക് ബാൻഡ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിതാ ഇതുപോലെ സെയിം ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ വേറൊരു ക്ലോത്ത് കൂടെ എടുക്കാവേ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതും 2 ഇഞ്ച് വിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ദാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ദാ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ദാ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടവും ഹാൻഡ് സ്റ്റിച്ചാണ്, കൈത്തയ്യലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മെഷീനെ വേണമെങ്കിലും അടിച്ചെടുക്കാം. ഇനി നെക്കൊക്കെയും നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് എവിടെയാണോ കൈത്തയ്യൽ കൊടുക്കേണ്ടത് അതെല്ലാം ചെയ്തെടുത്ത് സൈഡെല്ലാം ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലൊക്കെ വിട്ട് നമ്മുടെ ആവശ്യത്തിനിട്ട് അതുപോലെ തന്നെ 2 or 3 സ്ട്രിപ്പ് സ്റ്റിച്ച് സൈഡിലൊക്കെ കൊടുത്ത് നമുക്ക് ദാ ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ എല്ലാം ഹാൻഡ് സ്റ്റിച്ചൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഈ ബെൽറ്റ് വേണ്ടാത്തവർക്ക് അവിടെ നമ്മൾ ബെൽറ്റിൻ്റെ ഒരു പീസ് വെക്കും. അത് വേണ്ടാത്തവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് ഒരു ഫേസ്ബുക്കും ഉണ്ട്, ഒരു ഇൻസ്റ്റയും ഉണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.